മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്, ക്രിസ്മസ് പുതുവത്സരത്തോട് അനുബന്ധിച്ച് ട്രെയിനുകളിൽ ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥയാണ്. മംഗളൂരു, മലബാർ, മാവേലി ട്രെയിനുകളിൽ 22-ാം തീയതി മുതൽ ടിക്കറ്റില്ല. ചെന്നൈ, മംഗളൂരു എന്നിവിടങ്ങളിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രയും ബുദ്ധിമുട്ടാണ്. മിക്ക ട്രെയിനുകളിലും ടിക്കറ്റ് ഇല്ലാത്ത സ്ഥിതിയായതിനാൽ സ്പെഷ്യൽ ട്രെയിനുകൾ പ്രഖ്യാപിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. കഴിഞ്ഞ ഓണ സമയത്ത് ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ അന്ന് നമ്മൾ പ്രതിഷേധ സമരങ്ങളടക്കം നടത്തി അന്ന് ചാനലുകൾ ഇതുപോലെ ഏറ്റെടുത്തപ്പോഴാണ് അവസാന നിമിഷം കുറച്ച് സ്പെഷ്യൽ ട്രെയിനുകൾ വരികയും ഈ അവസാന നിമിഷം വന്നത് കാരണം ഈ 1-2 ട്രെയിനുകളിൽ ആളില്ലാതെ ഓടുന്ന അവസ്ഥ ഉണ്ടായി. അപ്പോൾ ട്രെയിനിൽ സുരക്ഷയില്ല, റെയിൽവേ സ്റ്റേഷനിൽ സുരക്ഷയില്ല, വണ്ടിക്ക് അകത്ത് സുരക്ഷയില്ല, വനിതാ കമ്പാർട്ട്മെൻറ്റുകൾ വേണ്ട അത്രയും പോലീസ് മറ്റനുബന്ധ സെക്യൂരിറ്റി മെഷേഴ്സ് ഇല്ല. അപ്പോൾ അതിനും കൂടിയൊക്കെ എത്രയും പെട്ടെന്ന് സത്വരമായ നടപടിയെടുത്ത് പരിഹരിക്കപ്പെടണമെന്നാണ് ഫ്രണ്ട്സ് ഓൺ റീസണിൻ്റെ പ്രതി എന്നാൽ എനിക്ക് പറയാനുള്ളത്. സുനിഷ അയലൂർ നമുക്കൊപ്പം. ഗുഡ് ഈവനിങ് സുനിഷ അയലൂർ. നാട്ടിൽ പോവാൻ ടിക്കറ്റ് സുനിഷയ്ക്കും കിട്ടിയില്ല എന്ന് തോന്നുന്നു. എന്താണ് ടിക്കറ്റിന്റെ അവസ്ഥ? അതാണ് സുജി, അതും ഒരു വാസ്തവമാണ്. വീട്ടിൽ പോകാൻ ടിക്കറ്റ് കിട്ടിയിട്ടില്ല. ഇത് എല്ലാവരുടെയും പ്രശ്നമാണെന്ന് തോന്നുന്നു. കാരണം സാധാരണ ഈ ഉത്സവ സീസണുകളിലെല്ലാം തന്നെ ഇത്തരം ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിക്കാറുമുണ്ട്. അതും ഇത്തവണയുമായിരിക്കുന്നു. ക്രിസ്മസ് വരാറായി, ഒപ്പം തന്നെ ന്യൂ ഇയർ കൂടിയാണ്. ഈ സമയത്തും ട്രെയിനിൽ ടിക്കറ്റ് ഇല്ല എന്നുള്ളത് തന്നെയാണ് പൂർണ്ണമായും റിഗ്രറ്റ് ആയിരിക്കുകയാണ് പല ട്രെയിനുകളും. പ്രധാനമായും ഇപ്പോൾ മാംഗ്ലൂരിലേക്ക് പോവുകയാണെങ്കിൽ മാംഗ്ലൂരിൻ്റെ ആയാലും മാവേലി എക്സ്പ്രസ് ആയാലും മലബാർ ആയാലും ഇതിലൊന്നും ടിക്കറ്റുകളേ ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി ബാംഗ്ലൂരേക്കായാലും ചെന്നൈയിലേക്കായാലും ഹൈദരാബാദിലേക്കായാലും തിരുവനന്തപുരത്ത് നിന്ന് അങ്ങോട്ട് പോകുന്നതായാലും ഇങ്ങോട്ട് വരുന്നതായാലും ടിക്കറ്റുകളൊന്നും കിട്ടാനില്ല. വലിയ ബുദ്ധിമുട്ടിലേക്ക്, പ്രതിസന്ധിയിലേക്ക് യാത്രക്കാർ കടക്കുമെന്നുള്ളത് തന്നെയാണ്. ബസ് നോക്കിയാൽ ബസ്സിന് പോലും ടിക്കറ്റ് കിട്ടാത്തൊരു സ്ഥിതിയാണ്. നേരത്തെ റെയിൽവേയുടെ ഭാഗത്തു നിന്നും ചില സ്പെഷ്യൽ ട്രെയിനുകൾ ഹൈദരാബാദിലേക്കൊക്കെ വന്നിരുന്നു. ഒപ്പം തന്നെ ചില ട്രെയിനുകൾക്ക് കോച്ച് കൂട്ടുകയും ചെയ്തിരുന്നു. പക്ഷേ അതൊന്നും തന്നെ കൃത്യമായി, അതായത് ഇത്രയധികം ആളുകൾ ഉൾക്കൊള്ളാൻ ആകുന്ന തരത്തിലേക്ക് മാറിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ യാത്രക്കാരോട് സംസാരിക്കുമ്പോൾ പറയുന്നത് സ്പെഷ്യൽ ട്രെയിൻ വരിക ചിലപ്പോൾ ഇനിയിപ്പോൾ ഒരു 3-4 ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴായിരിക്കും. അപ്പോൾ തന്നെ ആളുകൾ ഇത് അറിയുന്നത് ലേറ്റ് ആകുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് നേരത്തെ തന്നെ സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിക്കണമെന്നുള്ളൊരു ആവശ്യമാണ് ശക്തമായി ഉയരുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഈ ഒരു 23 കൂടി സ്കൂളും അടക്കും, എക്സാം ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ കൂടുതൽ തിരക്കിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളതാണ്. ഒന്നാമത് ഈ വർക്കലയിലൊക്കെ നടന്ന ഈ അപകടം പോലെ വലിയ തരത്തിൽ സുരക്ഷാ പ്രശ്നങ്ങൾ കൂടിയുള്ളൊരു പശ്ചാത്തലത്തിൽ കൃത്യമായ സംവിധാനം ഒരുക്കുക എന്നുള്ളൊരു ആവശ്യമാണ് യാത്രക്കാർ പറയുന്നത്. ഏതായാലും കൂടുതൽ സ്പെഷ്യൽ ട്രെയിനുകൾ വരുമോ എന്നത് തന്നെയാണ് അറിയേണ്ടത്. സുജയ, ഓക്കെ, വിവരങ്ങൾ നൽകിയത് സുനിഷ അയലൂരാണ്. സുനിഷയ്ക്ക് അപ്പോൾ പുതിയ ട്രെയിനോ പുതിയ സർവീസോ ഒക്കെ വന്ന് ടിക്കറ്റ് കിട്ടട്ടെ. സുനിഷയ്ക്ക് മാത്രമല്ല, ടിക്കറ്റ് കിട്ടാതെ കാത്തിരിക്കുന്ന എല്ലാവർക്കും.